ിട്ടുമുണ്ട്. ഇപ്പോൾ ശ്രീമതി ഭാഗ്യലക്ഷ്മി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇന്നും അതിജീവിതയ്ക്ക് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വരേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? ഇത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് നേരെയാണോ അതിജീവിത ഇങ്ങനെ പറയുന്നത്? നീതിന്യായ വ്യവസ്ഥയ്ക്ക് നേരെ മാത്രമല്ല, സമൂഹത്തിനോട് കൂടിയാണ് അവർ ഈ പറയുന്നത്. അവരെല്ലാവരോടും കൂടിയാണ് പറയുന്നത്. നോക്കൂ, അവൾക്ക് നേരെ സൈബർ ആക്രമണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാ അവൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞങ്ങൾക്കെല്ലാം നേരെയായിരിക്കുന്നു സൈബർ ആക്രമണം. ഇന്ന് എനിക്കെതിരെ വളരെ മോശമായിട്ട് ഏതോ ഒരുത്തൻ ഫേസ്ബുക്കിൽ വളരെ മോശമായിട്ട് എന്റെ കുടുംബ പശ്ചാത്തലം അത് ഇതൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു. മറ്റൊന്ന്, നടൻ ബൈജു, ഈ ബൈജുവിനൊക്കെ ഒരു പെൺകുട്ടിയില്ലേ, അദ്ദേഹത്തിന് മകളില്ലേ, ഭാര്യയില്ലേ, അമ്മയില്ലേ, ഈ കുടുംബത്തിൽ സ്ത്രീകളില്ലേ? ഈ എന്റെ അടുത്ത് സിനിമാ ലോകത്തുള്ള പ്രശസ്തരായ ആളുകൾ തന്നെ എന്നോട് വിളിച്ചു പറയുന്നു ഈ ബൈജു ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന്. അപ്പൊ ഇയാളൊക്കെ സത്യത്തിൽ എന്താണ് ഇയാളുടെയൊക്കെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ്? അവസരങ്ങൾക്ക് വേണ്ടിയാണോ? സ്വന്തം അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ ഇവരെല്ലാവരും ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ പൊതുരംഗത്ത് വന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത്? ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെയൊക്കെ അങ്ങ് തളർത്തിക്കളയാം, ഞങ്ങളെ അങ്ങ് അടച്ചു പൂട്ടി വീട്ടിലിരുത്തി കളയാമെന്നോ? അങ്ങനെയൊന്നും ഞങ്ങളാരും മിണ്ടാതിരിക്കുമെന്ന് കരുതണ്ട. അതിന് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് മനോവൈകല്യമാണ്, ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം ശരിയല്ല. അത് ശരി, സമൂഹത്തിനോടോ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയോടോ ചോദ്യം ചോദിക്കുമ്പോ അതെങ്ങനെയാണ് കുടുംബം പറയാൻ സാധിക്കുന്നവർക്ക്? അങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന ഇവരുടെ ഒക്കെ കുടുംബ പശ്ചാത്തലം അന്വേഷിക്കണ്ടേ? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് സത്യത്തിൽ ഒരുതരം മഹാഭാരത യുദ്ധം മാതിരിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടിക്ക് ഇത്രയും വലിയൊരു അനീതി നടന്നിട്ട് അതിനെതിരെ ചോദ്യം ചെയ്യുമ്പോ വരുന്ന മാതിരിയാണ് ഞങ്ങളെല്ലാം കൂടെ ഇവർ ആക്രമിക്കുന്നത്. അങ്ങനെയൊന്നും ഞങ്ങൾ ആരും തോറ്റു പിന്മാറും. അപ്പോൾ സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള അപശബ്ദങ്ങൾ ഉയരുകയാണ്. പക്ഷെ സിനിമാ രംഗത്തുള്ളവർ പറയുന്നത് അവൾക്കൊപ്പം എന്നാണ് അതേ സമയത്ത് തന്നെ. അതെ, സിനിമാ രംഗത്തുള്ളവർ ഇരട്ട നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്റെ വിളിച്ച് ഒരു ഭാഗത്തു കൂടെ നിങ്ങൾ ശക്തമായ നടപടി എടുക്കണം എന്ന് പറയും, അവൾക്കൊപ്പം എന്ന് പറയുകയും ചെയ്യും. പക്ഷെ പുറത്തേക്ക് വന്ന് പ്രത്യക്ഷത്തിൽ അവൾക്ക് വേണ്ടി ആരും രംഗത്തിറങ്ങില്ല, സംസാരിക്കില്ല. കാരണം എല്ലാവർക്കും ഭയമാണ്, അവരവരുടെ അവസരങ്ങൾ ഇല്ലാതെയാകുമോ എന്ന ഭയം. ഇപ്പോൾ വിനു കൂടിയുണ്ട്. വിനു